നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്ത്രീകൾ ചെയ്തു വിജയിച്ച 10 ബിസിനസ്സുകളെ പറ്റിയാണ്. ഞാനൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആളാണ്. ഇവിടെ 200-ലധികം സപ്ലയേഴ്സ് അവരുടെ പ്രൊഡക്റ്റ് ഇവിടെ സപ്ലൈ ചെയ്യാറുണ്ട്. ആ 200-ൽ 20 പേർ സ്ത്രീകളാണ്. ആ 20 പേരും എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ അവരുടെ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാറുണ്ട്. അതിൽ നിന്ന് അവർക്ക് നല്ല വരുമാനവും കിട്ടാറുണ്ട്. ആ 20 ബിസിനസ്സിൽ നിന്നും ഒരു 10 ബിസിനസ്സുകൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പറയുന്നു. ഇവർ എൻ്റെ ഷോപ്പിൽ മാത്രമല്ല, വേറെയും ധാരാളം ഷോപ്പുകളിൽ അവരുടെ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്ത് നല്ല വരുമാനം ഉണ്ടാക്കുന്നവരാണ്. പല സ്ത്രീകൾക്കും അവരുടെ സഹായത്തിന് അവരുടെ ഭർത്താവും കൂടെ ഉണ്ടാവാറുണ്ട്. മറ്റുള്ളവർ ഒരു സ്റ്റാഫിനെ വെച്ച് ഞങ്ങളുടെ ഷോപ്പിലേക്ക് സപ്ലൈ ചെയ്യുന്നവരുമുണ്ട്. ആദ്യമൊക്കെ അവരുടെ പ്രൊഡക്റ്റ് കുറച്ച് സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അതൊക്കെ വളരെ ഡിമാൻഡുള്ള പ്രൊഡക്റ്റായി മാറുകയാണ് ഉണ്ടായത്. ഇതിൽ പല സ്ത്രീകൾക്കും 2 വീലർ ഓടിക്കാൻ അറിയുന്നത് കൊണ്ട് അവർക്ക് ഈ ബിസിനസ് വളരെ ഈസിയായി ചെയ്യാൻ കഴിയുന്ന ഒന്നായിരുന്നു. അപ്പോൾ എൻ്റെ സൂപ്പർ മാർക്കറ്റുകൾ സ്ത്രീകൾ ചെയ്ത് വിജയിച്ച 10 ബിസിനസ്സുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ പലതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നാലും എന്ത് ബിസിനസ്സാണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിങ്ങൾ ആലോചിച്ചു കൊണ്ട് ഇരിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും. ഇതിൽ ആദ്യത്തേത് കൂൺ, അതായത് മഷ്റൂം ബിസിനസ്സാണ്. ഇത് ഞങ്ങളുടെ ഷോപ്പിൽ വളരെ ഡിമാൻഡുള്ള പ്രൊഡക്റ്റാണ്. ദിവസവും ഒരു 30-ലും കൂടുതൽ പാക്കറ്റുകൾ ഇവിടെ സെയിൽസ് ആവുന്നുണ്ട്. ഞങ്ങളുടെ ഷോപ്പിനടുത്ത് ചില റെസ്റ്റോറൻറ്റുകൾ ഉള്ളതിനാൽ ഈ പ്രൊഡക്റ്റ് ഇവിടെ വളരെ ഡിമാൻഡാണ്. ശനി ഞായർ ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് വിറ്റുപോകുന്ന ഒരു പ്രൊഡക്റ്റാണ് മഷ്റൂം, അതായത് കൂൺ. ചിലപ്പോൾ 10 പാക്കറ്റ് വേണം, 20 പാക്കറ്റ് വേണം എന്ന് പറഞ്ഞ് മുൻകൂട്ടിയും ഞങ്ങൾക്ക് ഓർഡർ വരാറുണ്ട്. ഈ ബിസിനസ് സ്ത്രീകൾ ചെയ്തു നോക്കാവുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളും ശ്രമിച്ചു നോക്കുക. രണ്ടാമത്തേതായി മുളപ്പിച്ച പയർ, അതായത് സ്പ്രൗട്ട്സ്. മുളപ്പിച്ച പയർ ഏറ്റവും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്പ്രൗട്ട്സ് ധാരാളം ആളുകൾ കാലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കാറുണ്ട്. അതുകൊണ്ട് ഇതും ഒരു ഡിമാൻഡുള്ള പ്രൊഡക്റ്റാണ്. ഈ സ്പ്രൗട്ട്സിൽ തന്നെ ധാരാളം വെറൈറ്റികളുണ്ട്. പയർ, മുതിര, റാഗി, ഉലുവ, കടല എന്നിങ്ങനെ ധാരാളം വെറൈറ്റി ഉണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നതും ഇത് വിജയിച്ചതുമായ ഒരു ബിസിനസ്സാണ്. ഇത് നമുക്ക് ചെറിയ പാക്കറ്റുകളിലായി കടകളിലേക്ക് സപ്ലൈ ചെയ്യാം. ഇതും ഞങ്ങളുടെ കടയിൽ വിജയിച്ച ഒരു ബിസിനസ്സാണ്. ഇനി മൂന്നാമത്തേതായി ഞാൻ പറയാൻ പോകുന്നത് പീൽഡ് ഗാർലിക്, പീൽഡ് ആണിയൻ, അതായത് തൊലി കളഞ്ഞ വെളുത്തുള്ളിയും തൊലി കളഞ്ഞ ചെറിയ ഉള്ളിയും. ഇപ്പോൾ പല വീടുകളിലും ഭർത്താവും ഭാര്യയും 2 പേരും ജോലിക്ക് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വീടുകളിൽ അവർക്ക് വെളുത്തുള്ളി അതേപോലെ തന്നെ ഈ ചെറിയ ഉള്ളിയൊന്നും തൊലി കളയാനൊന്നും കാലത്ത് സമയമുണ്ടാവില്ല. കാരണം കാലത്ത് തന്നെ സ്കൂളിൽ കുട്ടികൾക്ക് പറഞ്ഞയക്കണം, അതേപോലെ ഭർത്താവിനെ അവരുടെ ഓഫീസ് സമയത്ത് ഭർത്താവിനെ പറഞ്ഞയക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ. അപ്പോൾ ഇങ്ങനെയുള്ള വീടുകളിലൊക്കെ ഇതേപോലെയുള്ള പീൽഡ് ഗാർലിക്, പീൽഡ് ആണിയനൊക്കെ വാങ്ങിവെച്ച് അവർ ഫ്രിഡ്ജിൽ വാങ്ങി വെച്ചാണ് ഉപയോഗിക്കാറുള്ളത്. അതും പ്രത്യേകിച്ച് ഈ സിറ്റി ഏരിയയിലുള്ള വീടുകളിലൊക്കെ തീർച്ചയായും അവർക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലുള്ള പാക്കറ്റുകൾ അവർക്ക് വളരെ സഹായകരമാണ്. നിങ്ങളും ഈ ബിസിനസ് ഒന്ന് ശ്രമിച്ചു നോക്കുക, തീർച്ചയായും വിജയിക്കും. നാലാമത്തേതായി ഫ്രൂട്ട് സാലഡ്. ഫ്രൂട്ട് സാലഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും അറിയാമല്ലോ. പഴങ്ങൾ നമ്മൾ ചെറിയ വിലയ്ക്ക് വാങ്ങി അത് ഭംഗിയായി കട്ട് ചെയ്ത് പ്ലാസ്റ്റിക് ബൗളുകളിലാക്കി നമുക്ക് വിൽക്കാൻ പറ്റുന്നതാണ്. ഇതിന് പല കളറിലുള്ള ഫ്രൂട്ട്സുകൾ നമ്മൾ വാങ്ങേണ്ടി വരും. ആപ്പിൾ, മാതളം, പപ്പായ, പൈനാപ്പിൾ, മുന്തിരി, ഓറഞ്ച് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ നമുക്ക് ഉപയോഗിക്കാം. ഈ ഫ്രൂട്ട്സ് ഒരു ഹെൽത്തിയായ സ്നാക്സാണ്. അതുകൊണ്ട് തന്നെ അനുയോജ്യമായ ഒരു വില നമുക്ക് ഫിക്സ് ചെയ്ത് ഈ ബിസിനസ് നമുക്ക് നടത്താൻ കഴിയും. അഞ്ചാമത്തേത് വിവിധ തരം പച്ചമുളകുകൾ, അതായത് വെറൈറ്റി ചില്ലീസ്. വിവിധ തരത്തിലും വിവിധ കളറിലും ഉള്ള പച്ചമുളകുകൾ ഇന്ന് നമ്മളുടെ മാർക്കറ്റിൽ വളരെ ഡിമാൻഡാണ്.
നമ്മുടെ വീട്ടിലെ ചെടികളിൽ വളരുന്നത് കൊണ്ട് നമുക്ക് ഈ പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കാര്യമാണ്. പക്ഷേ പല റെസ്റ്റോറൻറ്റുകളിലും അവരുടെ ഫുഡ് റെസിപ്പി ഉണ്ടാക്കാൻ വിവിധ തരം പച്ചമുളകുകൾ ആവശ്യമാണ്. ഈ പച്ചമുളകുകളിൽ തന്നെ നിറയെ വെറൈറ്റികളുണ്ട്. തായ് ബേഡ് ചില്ലി, ഹബനോറോ ചില്ലി, ജാലപ്പിനോസ്, മിക്സഡ് ചില്ലീസ്, ക്യാപ്സിക്കം, വൈറ്റ് ചില്ലീസ് എന്നിങ്ങനെ പല വെറൈറ്റികൾ ഉണ്ട്. ഇത് നമുക്ക് വാങ്ങി ചെറിയ പ്ലാസ്റ്റിക് ബൗളുകളിൽ നല്ല ഭംഗിയായി പാക്ക് ചെയ്ത് നമുക്ക് മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ കഴിയുന്നതാണ്. ആറാമത്തേതായി ഹോം മെയ്ഡ് ചോക്ലേറ്റ്. ഇത് വിപണിയിൽ വളരെ നന്നായി സെയിൽസ് നടക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഹോം മെയ്ഡ് ചോക്ലേറ്റ്. ഇതിൽ തന്നെ നിറയെ വെറൈറ്റികളുണ്ട്. ഇതിൽ ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ്, ടോയ് ചോക്ലേറ്റ് എന്നിങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസുകൾ ഉണ്ട്. ഇത് സ്ത്രീകൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഈ ചോക്ലേറ്റുകൾ നല്ല അട്രാക്റ്റീവായ പാക്കിങ്ങിലൂടെ നമുക്ക് മാർക്കറ്റിൽ സെയിൽസ് കൊണ്ടുവരാം. ഇതും സ്ത്രീകൾ ചെയ്ത് വിജയിച്ച ഒരു സംരംഭമാണ്. നിങ്ങളും ശ്രമിച്ചു നോക്കാം. ഏഴാമത്തേതായി ഡ്രൈ ഫിഷ്, അതായത് ഉണക്കമീൻ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് ഈ ഡ്രൈ ഫിഷ്. ഈ ഡ്രൈ ഫിഷ് മാർക്കറ്റുകളിൽ വളരെ ഡിമാൻഡുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് നമുക്ക് വിജയിക്കാൻ സാധ്യത ഏറെ കൂടുതലും ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് നമ്മൾ ചെറിയ വിലയ്ക്ക് ഹോൾസെയിലായി വാങ്ങി അതിനുശേഷം ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് നമ്മൾ മാർക്കറ്റിലേക്ക് കൊടുക്കേണ്ടത്. ഇതും സ്ത്രീകൾ വിജയിച്ച ഒരു സംരംഭമാണ്. നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ ശ്രമിച്ചു നോക്കുക. എട്ടാമതായി ഉണ്ണിയപ്പം. ഉണ്ണിയപ്പത്തെ പറ്റി എല്ലാവർക്കുമേ അറിയാം. ഇത് ഞങ്ങളുടെ കടയിൽ നന്നായി സെയിൽസ് ആകുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി മാത്രം ചില കസ്റ്റമേഴ്സ് ഞങ്ങളുടെ കടയിൽ വരാറുണ്ട്. അവർ വന്നാൽ 2 പാക്കറ്റ് 3 പാക്കറ്റ് ഇങ്ങനെയാണ് വാങ്ങിയിട്ട് പോകാറുള്ളത്. ഇത് ഈസിയായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. പിന്നെ അതിനുശേഷം അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലും ബേക്കറികളിലും നമുക്ക് കൊടുത്ത് വിജയിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇത് കഴിയുമെങ്കിൽ നിങ്ങളും ശ്രമിക്കുക. തീർച്ചയായും വിജയസാധ്യത ഏറെയുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഉണ്ണിയപ്പം. ഒമ്പതാമതായി സമൂസ. ചെറിയ ചെറിയ കുട്ടി സമൂസകൾ ഉണ്ടാക്കി അത് പാക്കറ്റിൽ 5 എണ്ണം വീതം വെച്ച് പാക്ക് ചെയ്ത് നമുക്ക് മാർക്കറ്റിൽ വിൽക്കാൻ കഴിയും. എൻ്റെ കടയിൽ ഉള്ള ഒരു നല്ല പ്രൊഡക്റ്റാണ് ഇത്. ഇത് ദിവസവും 30 പാക്കറ്റിലും കൂടുതൽ സെയിലാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഇത് ഉണ്ടാക്കിയ അന്ന് മാത്രമേ ഇത് വിൽക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കി നിങ്ങൾ വിൽക്കാൻ ശ്രമിക്കുക. ഇതും ഒരു നല്ല പ്രൊഡക്റ്റാണ്. അടുത്തതായി വയർ ബാസ്ക്കറ്റ്. വയർ ബാസ്ക്കറ്റ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ പ്ലാസ്റ്റിക് വയർ കൊണ്ട് നെയ്ത ചെറിയ ചെറിയ ബാസ്ക്കറ്റുകൾ, ഇതെല്ലാം മാർക്കറ്റിൽ വളരെ ഡിമാൻഡാണ്. ഇപ്പോൾ ഷോപ്പിംഗ് കൂടെ പോലെയുള്ള ബാസ്ക്കറ്റുകൾ, വലിയ തരം ബാസ്ക്കറ്റുകൾ, ഇങ്ങനെ പൂ പോലുള്ള ബാസ്ക്കറ്റുകൾ, ഇങ്ങനെയുള്ള വിവിധ തരം ബാസ്ക്കറ്റുകൾ നമുക്ക് ഉണ്ടാക്കി മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ കഴിയും. ഇതും ഞങ്ങളുടെ കടയിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതും സ്ത്രീകൾ വിജയിച്ച 10 സംരംഭങ്ങളിൽ ഒരു സംരംഭമാണ്. ഇതും നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാം. ഇനിയും ചില പ്രൊഡക്റ്റുകളെ പറ്റി പറയാനുണ്ട്. പക്ഷേ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാൽ ഞാൻ ഇവിടെ നിർത്തുന്നു. ഇതിൽ പറഞ്ഞ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ വേണമെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ വില വേണമെങ്കിലോ എനിക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ ഫോട്ടോയും വിലയും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഇതേപോലെ തന്നെ ഈ 10 ബിസിനസ് ആശയങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.